ആരാണോ ഈ പൃഥുവിന്റെ പരമഭക്തിയെ കേൾക്കുന്നത്, ആരാണോ ഈ പൃഥുവിനെ പോലെ ഭഗവത് കഥകൾ കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നത്, അവർക്ക് ഗുരുവായൂരപ്പന്റെ തൃപ്പാദം ഈ പ്രാരബ്ധ സമുദ്രത്തെ മുറിച്ചു കടക്കാൻ ഒരു തോണിയായിട്ട് സഹായം ചെയ്യും എന്ന് ഫലശ്രുതി പറഞ്ഞുകൊണ്ടാണ് പരമഭാഗവതനായ ഉത്താനപാദപുത്രൻ ധ്രുവന്റെ ചരിത്രത്തെയാണ് നമ്മൾ മുൻപ് അനുസ്മരിച്ച് നിർത്തിയത്. സർവവിധത്തിലും 5 വയസ്സിൽ തന്നെ ഭഗവാനെ സാക്ഷാത്കരിച്ച പരമഭാഗവതനായ ഉദ്ധവന്റെ, ധ്രുവന്റെ, ആ ധ്രുവന് ദ്വാദശാക്ഷരി മന്ത്രം ഉപദേശം ചുരിഞ്ഞ നാരദരുടെ പോരാ, തന്റെ പുത്രനായ ധ്രുവനിൽ ഭഗവത് ഭക്തിയെ വളരെ കുട്ടിക്കാലം മുതൽ തന്നെ കഥകളിൽ കൂടിയും കീർത്തനങ്ങളിൽ കൂടിയും കോരി നിറച്ച സുനീതി എന്ന അമ്മയുടെ വൈഭവത്തെ പാടുന്ന ധ്രുവചരിതം എന്ന പ്രകരണത്തെ നമ്മൾ അനുസ്മരിച്ചു. തുടർന്ന് ആ ധ്രുവന്റെ വംശപരമ്പരയെയാണ് ഭാഗവതത്തിൽ വർണ്ണിക്കുന്നത്. ഭ്രമി, ഇള എന്നിങ്ങനെ 2 ധർമ്മപത്നികളിലായി ധ്രുവന് ഉൽക്കലൻ തുടങ്ങിയതായ പുത്രന്മാരുണ്ടായി എന്ന് സൂചിപ്പിച്ചു. അവിടെ ആ ധ്രുവന്റെ വംശപരമ്പരയെ പറഞ്ഞു വരുന്ന വഴിയിലാണ് ധ്രുവന്റെ വംശത്തിലായിട്ട് ഭഗവാൻ പൃഥു എന്ന പേരിൽ അവതരിച്ചു എന്നും ഈ പൃഥു മഹാരാജാവിന്റെ വൈഭവമാണ് ഭൂമിക്ക് പിന്നീട് പൃഥ്വി എന്നുള്ളതായ പേര് ഉണ്ടായത് എന്നും സൂചിപ്പിച്ചു. ഹരിദ്വാറിൽ ഗംഗാതീരത്തിരുന്ന് മൈത്രേയ മഹർഷിയിൽ നിന്നും ഭഗവാന്റെ മഹിമകളെ കേട്ടുകൊണ്ടിരിക്കുന്ന വിദുരൻ എന്ന കൗരവശ്രേഷ്ഠൻ പൃഥുചരിതത്തെ കേൾക്കണം, പൃഥു മഹാരാജാവിന്റെ അവതാരത്തെക്കുറിച്ച് പറഞ്ഞു തരണം എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ചതുർത്ഥ സ്കന്ധത്തില് പരമമായ കാമം, മോഹം, അത് ഭഗവാനിലേക്ക് ഏതുവിധം വേണം എന്ന് പൃഥുചരിതത്തിൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് മൈത്രേയ മഹർഷി. ധ്രുവന്റെ വംശത്തിലായിട്ട് അംഗൻ എന്നു പേരായ ഒരു രാജാവുണ്ടായിരുന്നു, അംഗമഹാരാജാവ്. ഈ അംഗമഹാരാജാവിന് വിവാഹപ്രായമായി. വിവാഹ ആലോചനകളൊക്കെ, കല്യാണാലോചനകളൊക്കെ ആരംഭിച്ചു. പലതരത്തില് കല്യാണ സമയത്ത് ഡിമാൻഡുകൾ പറയാറുണ്ട്. അംഗമഹാരാജാവിന് ഒറ്റ മോഹം മാത്രമേ ഉള്ളൂ, തൻ്റെ ഭാര്യ നല്ല പേരുകേട്ട തറവാട്ടിൽ പിറന്ന കുട്ടിയാവണം. അങ്ങനെ അംഗമഹാരാജാവ് പേരുകേട്ട ഒരു തറവാട് അന്വേഷിച്ച് അവസാനം സുനീത എന്ന കന്യകയെ വിവാഹം ചെയ്തു. ആരായി സുനീത? യമധർമ്മരാജാവിന്റെ മകളാണ് സുനീത. അപ്പൊ ഏതാ തറവാട്? നരകം. അപ്പൊ ഭാര്യയുടെ വീട് എന്ന് കേട്ടാൽ പറയുമ്പോ എല്ലാവരും കേട്ട ഒരു പേരാവണം. അങ്ങനെ യമധർമ്മരാജാവിന്റെ പുത്രിയായ സുനീതയെ വിവാഹം ചെയ്തു ഈ അംഗമഹാരാജാവ്. അവർക്ക് സന്താന ഭാഗ്യമൊന്നും ഉണ്ടായില്ല. അനേകം യാഗങ്ങളും ഹോമങ്ങളും ഒക്കെ നടത്തി, പക്ഷെ അതിനൊന്നും ഫലമുണ്ടായില്ല. ഒടുവിൽ അംഗമഹാരാജാവ് പുത്രകാമേഷ്ടി യാഗം നടത്താനായിട്ട് തീരുമാനിച്ചു. അത്തരത്തിലാണ് വീണ്ടും പുത്രകാമേഷ്ടി യാഗത്തിന് ഒരു ഒരുക്കം നടത്തി അംഗൻ. പുത്രകാമേഷ്ടി യാഗം നടത്തുമ്പോൾ അംഗമഹാരാജാവിന് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, സർവഗുണങ്ങളും തികഞ്ഞ ധർമ്മബോധമുള്ളതായ ഒരു പുത്രനുണ്ടാവണം. യജ്ഞപ്രസാദത്തിൽ നിന്നുണ്ടാകുന്നത് കൊണ്ട് തന്നെ ആ പുത്രൻ ധർമ്മനിഷ്ഠയുള്ളവനായിരിക്കുമെന്ന് അംഗന് ഉറപ്പുണ്ട്. അല്ലേ? പുത്രകാമേഷ്ടി യാഗം നടത്തിയിട്ടാണ് ദശരഥ മഹാരാജാവിന് ആര് പുത്രനായി ജനിച്ചത്? ഭഗവാൻ ശ്രീരാമൻ ഉണ്ടായത്. രാമന്റെ മഹാത്മ്യം എന്താ?
രാമോ വിഗ്രഹവാൻ ധർമ്മ. അല്ലേ? മനുഷ്യധർമ്മത്തെ, മർത്യധർമ്മത്തെ ലോകത്തിൽ ആചരിച്ചു കാട്ടിക്കൊടുത്ത അവതാരമാണ് ശ്രീരാമാവതാരം. അപ്പൊ രാമന്റെ സ്വഭാവം, അല്ലേ? രാമന് ഒരു ദോഷവും ഇല്ല എന്നുള്ളതാണ് അത്ഭുതം. ഇനി രാമൻ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഒരു കുഴപ്പമേ ഉള്ളൂ. എന്താ അത്? ശ്രീരാമന്റെ ഏറ്റവും വലിയ കുഴപ്പം എന്താ? രാമായണം വായിക്കുന്ന ആൾക്കാരല്ലേ നിങ്ങളൊക്കെ? ശ്രീരാമന്റെ ഏറ്റവും വലിയ കുഴപ്പം എന്താ? ശ്രീരാമന് വലിയൊരു കുഴപ്പമുണ്ട്. എന്താ അറിയോ? ഒരു കുഴപ്പവും ഇല്ല എന്നുള്ള കുഴപ്പം, അല്ലേ? അങ്ങനെയുള്ളതായ സകല ധർമ്മവും തികഞ്ഞ ഒരു പുത്രനെ കിട്ടാനാണ് ഈ അംഗമഹാരാജാവ് എന്ത് ചെയ്തത്? പുത്രകാമേഷ്ടി യാഗം ചെയ്തത്. യാഗശാലയിൽ നമ്മളൊക്കെ രാമായണത്തിൽ കേട്ട് പരിചയമുള്ളതുപോലെ യാഗപുരുഷനായിട്ട് ഒരു ദേവൻ അവതരിച്ചു. ആ ദേവന്റെ കയ്യില് ഒരു പാത്രത്തില് നിങ്ങൾ പറയാണ്ട് ബാക്കി ഞാൻ പറയില്ലേ? ഞാൻ മാത്രം പറഞ്ഞാ പോരല്ലോ, അല്ലേ? രാമായണം വായിക്കാറില്ലേ? യാഗശാലയില് ഒരു ദേവൻ അവതരിച്ചു. ആ ദേവന്റെ കയ്യിൽ ഒരു പാത്രത്തില് പായസം, അല്ലേ? എവിടെ ഒരു സ്ഥലത്ത് പ്രഭാഷണം കഴിഞ്ഞപ്പോ ഒരാൾ ചോദിച്ചു, എന്ത് പായസമാണ്, അല്ലേ? അപ്പോ പായസം എന്നുള്ള വാക്കിന് പയസ് ചേർത്തത്, പാല് ചേർത്തതിനെയാണ് സ്വതവേ പായസം എന്ന് പറയാം. അപ്പോ ഇവിടെ സിദ്ധമാതായ പായസം ആ യജ്ഞശാലയിൽ അവതരിച്ച ദിവ്യപുരുഷന്റെ കയ്യില് ഒരു പാത്രത്തില് പായസം. അത് ഈ അംഗമഹാരാജാവിന് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് ഭാര്യയായ സുനീതയ്ക്ക് കൊടുക്കുക, ധർമ്മനിഷ്ഠയുള്ള ഒരു മകനുണ്ടാവും. അംഗമഹാരാജാവ് എന്ത് ചെയ്തു? ഈ പായസം വാങ്ങി നേരെ ഭാര്യയുടെ കയ്യിലേക്ക് കൊടുത്തപ്പോ ഇദ്ദേഹത്തിന് എന്തോ ഒരു തോന്നലുണ്ടായി. എന്ത് ചെയ്തു എന്നറിയോ? ഈ പായസം കൊടുത്തു, വീണ്ടും അത് തിരിച്ചു വാങ്ങിയിട്ട് അവക്രായ ഒന്ന് വാസനിച്ചിട്ട് കൊടുത്തു എന്നാണ്. എന്തിനാ വാസനിച്ചത് എന്ന് പറയില്ല. അയാൾ വാസനിച്ചിട്ടാണ് കൊടുത്തത്. ആ പ്രസാദം കഴിച്ചു സുനീത, ഗർഭം ധരിച്ചു, ഉണ്ടായി. രാമനെ പോലെ അല്ലാന്ന് ഉറപ്പ്. രാവണനെ പോലെങ്കിലും ആയാ കുഴപ്പമില്ലായിരുന്നു. ഇത് അല്ലേ, അതുക്കും മേലെ എന്ന് പറയാറില്ലേ? ആ സൈസ് ഒരു ദുഷ്ടൻ. പേര് വേനൻ എന്നാണ്. ഭാഗവതത്തില് കുറെ ദുഷ്ടകഥാപാത്രങ്ങളെ നമുക്ക് കാണാം, അല്ലേ? ഹിരണ്യാക്ഷൻ, ഹിരണ്യകശിപു, നരകാസുരൻ, കംസൻ, ശിശുപാലൻ, പൂതന, കേശി, ധേനുകൻ, അകൻ, ഭഗൻ തുടങ്ങിയിട്ട് കുറെ എണ്ണുണ്ട്. പക്ഷേ വേനൻ എന്ന ഈ ഒരു ദുഷ്ടനെ പറയണത് എന്താ അറിയോ? നിങ്ങള് ഹിരണ്യാക്ഷനായിക്കോളൂ, നിങ്ങൾ കംസനായിക്കോളൂ, നിങ്ങൾ ഹിരണ്യകശിപു ആയിക്കോളൂ, പക്ഷേ കഥമോപി നവേനസ്യാൽ, വേനനെ പോലെ ആവരുത്. അപ്പൊ അത്രയ്ക്ക് ദുഷ്ടനായിരുന്നു ആര്? ഈ വേനൻ എന്ന മകൻ. അപ്പൊ നമ്മൾ ആലോചിക്കണം, രാമനെ പോലൊരു പുത്രൻ ഉണ്ടാവാൻ പുത്രകാമേഷ്ടി യാഗം നടത്തിയിട്ട് പിന്നെ എങ്ങനെയാ ഈ മകൻ ഇത്ര ദുഷ്ടനായത് എന്നാണെങ്കിൽ അതിനൊരു കാരണം ഭാഗവതം പറയുന്നത്, ഈ പായസം ഇദ്ദേഹം എന്ത് ചെയ്തു? വാസനിച്ചു. നമ്മുടെ സനാതന ശാസ്ത്രം ഘ്രാണിച്ച ഏതൊരു വസ്തുവിനെയും ഉച്ഛിഷ്ടമായിട്ടാണ് പറയുക. ഘ്രാണഭക്ഷണം ഉച്ഛിഷ്ടം എന്നൊക്കെ പറയും, അല്ലേ? വാസനിച്ചാൽ പിന്നെ അത് ഉച്ഛിഷ്ടമായി എന്നാണ്. അതുകൊണ്ട് ഭഗവാന് കൊടുക്കുന്നതിന് മുമ്പ് അല്ലേ നമ്മളൊന്നും ഉപയോഗിച്ച് നോക്കാറില്ല, അല്ലേ? ഉണ്ടോ? പായസമൊക്കെ ദേവിക്ക് അല്ലെങ്കിൽ ഉണ്ടാക്കുമ്പോ ബാക്കി നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ആണെങ്കിൽ അപ്പൊ നക്കി നോക്കും, അല്ലേ, ഉപ്പുണ്ടോ ഒക്കെ. അതുപോലെയൊന്നും ചെയ്തിട്ടല്ല നമ്മൾ നിവേദ്യങ്ങൾ തയ്യാറാക്കുക. ഒരിക്കലും നമ്മൾ നിവേദ്യം തയ്യാറാക്കുമ്പോൾ സ്വാദ് നോക്കിയിട്ടല്ല. അതുപോലെ വാസനിക്കാൻ പാടില്ല എന്നൊക്കെയാണ്. വാസനിച്ചു കഴിഞ്ഞാൽ അത് ഉച്ഛിഷ്ടമായി തീരും. അപ്പൊ എന്തിനാ ഇങ്ങനെയൊക്കെ ചില കഥ ഭാഗവതത്തിൽ വച്ചതെന്നാണെങ്കിൽ ചില ആൾക്കാർക്ക് ഇതൊരു സൂക്കേടാ. എന്ത് കിട്ടിയാലും
വെറുതെ വാസനിച്ച് നോക്കണ ആൾക്കാരില്ലേ? അപ്പൊ ഭഗവാന് കൊടുക്കണതിന് മുമ്പ് വാസനിക്കരുതേ. എന്നുവെച്ച് വാസനിച്ച ഭഗവാൻ എടുക്കില്ല എന്നൊന്നും പറയരുത്. കാരണം കടിച്ചിട്ട് കൊടുത്താലും ഭഗവാൻ കഴിക്കും. പക്ഷെ ആര് കൊടുക്കണം? ശബരിയെ പോലെയുള്ള ഭക്തന്മാര് കൊടുക്കണം, എന്നാ കഴിക്കും. അപ്പോ നമ്മളെ പോലെയുള്ള ലൗകിക ചിന്തകളിൽ കഴിയുന്ന ആൾക്കാര് ചിലപ്പോ അങ്ങനെയൊന്നും കൊടുത്താൽ അതിന് ചിലപ്പോ മഹാത്മ്യം ഉണ്ടാവില്ല. ഏതായാലും ഇവിടെ ഈ ഉച്ഛിഷ്ട പ്രസാദം കഴിച്ചത് കൊണ്ടുണ്ടായ മകന് വേനൻ എന്ന് പേരിട്ടു. വേനൻ മഹാദുഷ്ടനായിട്ട് വളർന്നു. ചെറിയ പ്രായത്തിൽ തന്നെ വേനന്റെ ആ ദുഷ്ടത കൊണ്ട് പ്രജകൾ പോലും ബുദ്ധിമുട്ടി. രാജാവിന്റെ മകനായതുകൊണ്ട് ആർക്കും പരാതി പറയാനൊന്നും ധൈര്യമില്ല. നാട്ടുകാര് മുഴുവൻ ഈ വേനന്റെ ദ്രോഹം കൊണ്ട് വിഷമിച്ചു. കുട്ടികളെയൊക്കെ കിണറിലേക്ക് പിടിച്ചു തള്ളിയിടും. കൊട്ടാരത്തിന്റെ മുകളിൽ നിന്ന് താഴെ കൂടി നടന്നു പോണ ആൾക്കാരുടെ തലയിലേക്ക് വലിയ പാറക്കല്ല് ഉരുട്ടിയെറിയും. മറ്റു വീടുകൾക്കൊക്കെ പോയി തീ വയ്ക്കും. ഇങ്ങനെ തന്റെ മകനായ വേനൻ പല വിധത്തിലുള്ളതായ ദുഷ്ടതകളെ ചെയ്ത് ലോകത്തെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് കണ്ടപ്പോ അംഗമഹാരാജാവിന് തോന്നി, ഇവനെ ഞാൻ വിചാരിച്ചാൽ ഇനി നേരെയാക്കാൻ പറ്റില്ല. അപ്പൊ ഒന്നുകിൽ നാട്ടുകാര് തന്നെ കൊല്ലും, ഇല്ലെങ്കിൽ ഇവൻ തന്നെ കൊല്ലും. അതുകൊണ്ട് നാട് വിടാം എന്ന് തീരുമാനിച്ചു അംഗമഹാരാജാവ്. അങ്ങനെ ഒരു ദിവസം രാത്രിക്ക് രാത്രി അംഗമഹാരാജാവ് നാട് വിടാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അപ്പൊ സ്വതവേ ഈ നാട് വിടുന്ന ആൾക്കാര് എന്ത് ചെയ്യും? നാട് വിടുന്ന ആൾക്കാര് എന്താ ചെയ്യുക? ഒരു കത്തെഴുതി വയ്ക്കണ ഏർപ്പാടുണ്ട്. ഇതൊക്കെ ഭാഗവതത്തിൽ പറഞ്ഞ കാര്യം അല്ലേ? നാട് വിട്ടാൽ ആത്മഹത്യയൊക്കെ ചെയ്താൽ ആദ്യം പോലീസ് നോക്കുക, എവിടെങ്കിലും കത്ത് വെച്ചിട്ടുണ്ടോന്ന്. അപ്പോ നാട് വിടുന്ന ആൾക്കാർ ഇങ്ങനെ കത്തൊക്കെ എഴുതി വെക്കും. അങ്ങനെ വേനൻ ഈ അംഗമഹാരാജാവ് ഒരു കത്തെഴുതി വെച്ചു. എന്താ കത്ത് എന്നറിയോ? ലോകത്തിൽ ഒരച്ഛനും അമ്മയ്ക്കും ഇനി ഇതുപോലെ ദുഷ്ടന്മാരായ മക്കള് ഉണ്ടാവരുതേ എന്ന് കത്തൊക്കെ എഴുതി വെച്ച് കത്തിന്റെ മുകളിൽ കല്ലും പറക്കി വെച്ച് അംഗമഹാരാജാവ് രാത്രിയില് ആ തെരുവിലേക്ക് അങ്ങ് ഇറങ്ങി. തെരുവിലേക്ക് ഇറങ്ങിയപ്പോഴാണ് അംഗമഹാരാജാവ് ചിന്തിച്ചത്, ഞാൻ ഇനി ആരുടെ അടുത്തേക്കാ പോണ്ടത്? അല്ലേ? നാട്ടുകാർ, കൂട്ടുകാർ, വീട്ടുകാരൊക്കെയും വിട്ടു പിരിയുന്നൊരാ ദുഃഖവേളയിൽ. നാട്ടുകാരും ഇല്ല, കൂട്ടുകാരും ഇല്ല, വീട്ടുകാരും ഇല്ല. എന്നെ കണ്ടാൽ പിന്നെ നമ്മൾ ആരെയാ ആലോചിക്കുക? അലോപ്പതിയും ശരിയാവണില്ല, ഹോമിയോപ്പതിയും ശരിയാവണില്ല എന്ന് കണ്ടാലാണ് നമ്മള് തിരുപ്പതിയിലുള്ള ഭഗവാനെ കുറിച്ച് ഓർമ്മിക്കുക. അപ്പോ ആരും ഇനി എനിക്കില്ലല്ലോ എന്ന് ചിന്തിച്ചപ്പോഴാണ് അംഗമഹാരാജാവിന് ഒരാളെ ഓർമ്മ വന്നത്. ആരെ? ഭഗവാനെ ഓർമ്മ വന്നു. ഭഗവാനെ ഓർമ്മ വന്നപ്പോ അംഗമഹാരാജാവ് ചിന്തിക്കുക, അല്ല, ഇത്ര കാലം ഞാൻ ഭഗവാനെ ഓർത്തില്ലല്ലോ അല്ലേ? ഇപ്പൊ തനിക്ക് 80-89 വയസ്സായി. ഇപ്പോഴെങ്കിലും തനിക്ക് ഭഗവാനെ ആശ്രയിക്കണമെന്ന് നല്ല ബുദ്ധി തോന്നി. ആര് കാരണം? ഈ വേനൻ എന്ന മകൻ ദുഷ്ടനായത് കൊണ്ടല്ലേ? അല്ല, ഞാൻ പറഞ്ഞതുപോലെ കേൾക്കണ മകനാണ് വേനൻ എന്നുണ്ടെങ്കിൽ താൻ ഇപ്പൊ എന്താ ചെയ്യണുണ്ടാവുക? ആ വേനനെ എടുത്തു മടിയിൽ വെക്കുക, അതിനെ കളിപ്പിക്കുക, അതിനെ പഠിപ്പിക്കുക, അതിനെ കല്യാണം കഴിപ്പിക്കുക. ഉണ്ണിയുണ്ടായി വേൾപ്പിച്ചതിയിലൊരു അല്ലേ, മുത്തശ്ശനാവണമെന്ന് മോഹം. മുത്തശ്ശനായപ്പോ മുതുമുത്തശ്ശനാവണമെന്ന് മോഹം. ചുരുക്കി പറഞ്ഞാൽ താൻ ഭഗവാനെ ആശ്രയിക്കലേ ഉണ്ടാവില്ല. ഇങ്ങനെ പ്രാരബ്ധത്തിന്റെ ഇടയിൽ കഴിഞ്ഞു ചാവും. അപ്പൊ ഇപ്പോഴെങ്കിലും തനിക്ക് ഭഗവാനെ ആശ്രയിക്കണമെന്ന് നല്ല ബുദ്ധി തോന്നാൻ ഒരു കാരണം വേനൻ ഇത്ര ദുഷ്ടനായത് കൊണ്ടല്ലേ? അപ്പൊ ഭഗവാനെ ഭംഗിയായിട്ട് ആശ്രയിക്കണമെങ്കിൽ മക്കൾ ആരാവണം? മക്കള് ദുഷ്ടന്മാരാവണം. അപ്പൊ നേരത്തെ എഴുതി വെച്ച കത്ത് തെറ്റല്ലേ? വേഗം അംഗമഹാരാജാവ് തിരിച്ചു കൊട്ടാരത്തിലേക്ക് വന്ന് നേരത്തെ എഴുതിയ കത്ത് കീറി വേസ്റ്റ് ബോക്സിലേക്ക് ഇട്ട് പുതിയൊരു കത്തെഴുതി വെച്ചു. എന്താ കത്ത് എന്നറിയോ? ഭഗവാനെ, ഇനി ലോകത്തിലെ സകല അച്ഛനമ്മമാർക്കും ഉണ്ടാകുന്ന മക്കള് മുഴുവൻ മഹാദുഷ്ടന്മാരായിട്ട് മാറണം അല്ലേ? മക്കള് അച്ഛനമ്മമാരൊക്കെ വീട്ടില് സമാധാനം കൊടുക്കരുത്, സ്വൈര്യം കൊടുക്കരുത്,
ഭക്ഷണം കൊടുക്കരുത്, ഉറക്കം കൊടുക്കരുത്, മക്കളും അമ്മമാരെ അച്ഛനന്മാരെ വീട്ടിൽ നിന്ന് പുകച്ചു പുറത്തു ചാടിക്കണം. ഇങ്ങനൊരു കത്തെഴുതി വെച്ചു. ഇത് കേൾക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഈ അംഗമഹാരാജാവിനോട് ദേഷ്യം തോന്നും. പക്ഷേ എന്തിനാ അദ്ദേഹം അങ്ങനെ ഒരു കത്തെഴുതി വെച്ചതെന്നറിയൂ? വീട്ടില് സ്വൈരവും കിട്ടണില്ല, ഉറക്കവും കിട്ടണില്ല, ഭക്ഷണവും കിട്ടണില്ല എന്ന് കണ്ടാലെങ്കിലും സപ്താഹത്തിന് പോവോന്ന് വിചാരിച്ചിട്ടാ. കാരണം സപ്താഹയജ്ഞത്തിന് പോയാൽ ഈ 3 കാര്യത്തിന് ഒരു കുറവുമില്ല. സ്വൈര്യത്തിനും കുറവില്ല, ഭക്ഷണത്തിനും കുറവില്ല, ഉറക്കത്തിനും കുറവില്ല. ഇതൊക്കെ കിട്ടുന്ന സ്ഥലം ഈ കലിയുഗത്തിൽ ഭാഗവതല്ലാണ്ട് വേറെ വിടിയില്ല. അപ്പൊ ഏതായാലും അതുകൊണ്ടാണ് കുറച്ചു കാലം മുമ്പ് എൻ്റെ സുഹൃത്തായിട്ടുള്ള ഒരു ആചാര്യൻ ഒരു സപ്താഹത്തിന്റെ 7ാം ദിവസം ഉച്ചയായപ്പോ ഒരമ്മ കരഞ്ഞുകൊണ്ട് ഈ ആചാര്യന്റെ അടുത്തേക്ക് വന്നു. തീർന്നു പോയല്ലോ. അപ്പൊ ഇവനും വലിയ സങ്കടമായി. ഇവന്റെ വിചാരം ഭാഗവത സപ്താഹം തീർന്നു എന്ന് വെച്ചിട്ടാ. അപ്പൊ ഈ അമ്മ പറയാ, ഇന്നലെ വരെ നല്ല ഉറക്കം കിട്ടിയതാ, ഇനിയിപ്പോ നാളെ എങ്ങനെയാ ഉറങ്ങുക? അപ്പൊ പറഞ്ഞു വരുന്നത്, ഭഗവാന്റെ അടുത്തേക്ക് എത്താൻ ഏതെങ്കിലും ഒരു മാർഗം കിട്ടട്ടെ എന്ന് വെച്ചിട്ട് അദ്ദേഹം ഇങ്ങനെ എഴുതിയത്. അങ്ങനെ അംഗമഹാരാജാവ് നാടുവിട്ടു. അച്ഛൻ നാടുവിട്ടു എന്നുള്ള വാർത്ത അറിഞ്ഞതും വേനൻ സന്തോഷിച്ചു. ഇനി അതിനെ നോക്കേണ്ട പണിയില്ല. എന്ന് മാത്രല്ല, താനാണ് ഇന്നു മുതൽ രാജാവ്. കിരീടമെടുത്ത് തലയിൽ വെച്ച് അധികാരിയായിട്ട് സ്വയം പ്രഖ്യാപിച്ച് വേനൻ പുതിയ ഒരു നിയമം അവിടെ പാസാക്കി എന്നാണ്. എന്താ നിയമം? ന യഷ്ടവ്യം ന ദാതവ്യം ന ഹോതവ്യം ദ്വിജാകൊചിൽ. ഈ യാഗങ്ങളൊന്നും ഇനി ആരും ചെയ്യണ്ട. എന്തിനാ ഈ യാഗം ചെയ്യണത്? ഹോമങ്ങളൊന്നും ആരും ചെയ്യണ്ട, പൂജകളൊന്നും ആരും ചെയ്യണ്ട. ഇനി നിങ്ങൾ ഈ യാഗം ഹോമം എന്നൊക്കെ പറഞ്ഞു വെറുതെ ഹോമകുണ്ടത്തില് കുറെ നെയ്യും കുറെ അരിയും ഒക്കെ ഇട്ട് കളയുന്നുണ്ടല്ലോ, അതൊക്കെ നിങ്ങൾ എനിക്ക് തരൂ എന്ന ഭാവത്തില് ലോകത്തിൽ ഇനി ദാനധർമാദികളൊന്നും യാഗങ്ങളൊന്നും നടക്കരുത് എന്ന് ഈ വേനൻ നിയമമിറക്കിയപ്പോ എല്ലാവരും ഭയന്നു. അങ്ങനെ ദാനധർമാദികള്, യാഗങ്ങള്, യജ്ഞങ്ങളൊക്കെ ഇല്ലാണ്ടായി. അപ്പൊ എന്താ കുഴപ്പമെന്നറിയോ? ഈ യാഗങ്ങളൊക്കെ ഇല്ലാണ്ടായാലും പ്രശ്നം. സ്വതവേ നമ്മള് ഒരു യജ്ഞം നടക്കുന്നു, ഒരു യാഗം നടക്കുന്നു, ഒരു ഹോമം നടക്കുന്നു, ഒരു പൂജ നടക്കുന്നു എന്നൊക്കെ പറയുമ്പോ നമ്മൾ പ്രഥമ ദൃഷ്ടിയ നമ്മളൊക്കെ പറയുന്ന ഒരു വാക്കുണ്ട്, അത് കുറെ തിരുമേനിമാർക്ക് പൈസ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അല്ലേ? പക്ഷെ നമ്മൾ ചിന്തിക്കൂ, ഒരു യജ്ഞം നടക്കുമ്പോ ഈ ലോകത്തിൽ അതിനോട് അനുബന്ധിച്ചിട്ട് എത്ര ആൾക്കാർ ജീവിക്കുന്നുണ്ട് അല്ലേ? ഇപ്പൊ ഒരു യാഗം നടക്കണോ വിചാരിക്കുക. ഒരു യാഗം നടക്കണുണ്ടെങ്കിൽ അതിന് യാഗശാല കെട്ടണ ആൾക്കാര്, യാഗശാലയ്ക്ക് ഓല കൊണ്ടുവരണ ആൾക്കാര്, യാഗശാലയിൽ ഓല കൊട കൊടുക്കുന്ന ആൾക്കാര്, മൺകൊടങ്ങൾ കൊടുക്കുന്ന ആൾക്കാര് അല്ലേ? അപ്പോ ഒരു യാഗം നടക്കണോന്ന് വെച്ചാൽ ഇവിടെ ഇപ്പൊ ഒരു സപ്താഹ യജ്ഞം നടക്കുന്നു. ഇവിടെ ആചാര്യന്മാരായി വരുന്ന ഞങ്ങൾക്ക് മാത്രല്ല, ഇതിനോടനുബന്ധിച്ചിട്ട് അല്ലേ മൈക്കിന്റെ ആൾക്കാരുണ്ട്, ദേഹണ്ണം ചെയ്യുന്ന ആൾക്കാരുണ്ട്, പച്ചക്കറികള് സാധനങ്ങൾ വാങ്ങുമ്പോ അവര് ഇങ്ങനെ ഈശ്വരീയമായ ധർമ്മം ഈ ലോകത്ത് നടക്കുമ്പോ ലോകത്തിൽ എത്രയോ ആൾക്കാര് ആ ഭഗവാനെ കേന്ദ്രീകരിച്ച് ജീവിക്കണവരുണ്ട്. ഇപ്പൊ ഗുരുവായൂരപ്പൻ എന്ന ഒരാള് ഈ ലോകത്ത് കൊടുക്കുന്ന അത്രയും ജോലിക്കാരെ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന് കൊടുക്കാൻ പറ്റൂ? ഗുരുവായൂരപ്പന്റെ പേരില്, ഗുരുവായൂരപ്പന്റെ ആ ഒരു ഭാവത്തിൽ ജീവിക്കണ അത്ര ആൾക്കാര്. ഒരു ശബരിമല അയ്യപ്പസ്വാമി അല്ലേ, ആ അയ്യപ്പസ്വാമിയുടെ ഒരു കാരുണ്യം കൊണ്ട്, അല്ലെങ്കിൽ ആ അയ്യപ്പസ്വാമി എന്നുള്ളതായ ചൈതന്യത്തെ നിമിത്തമാക്കി എത്ര ആൾക്കാർ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട്. അപ്പോ ഇവിടെ യാഗം നടക്കാണ്ടായപ്പോ എന്തായി? ഈ യാഗത്തിന് സാധനങ്ങൾ കൊണ്ടുവരുന്ന ആൾക്കാർക്ക് ജോലിയില്ലാണ്ടായി. ഈ യാഗത്തിന് യജ്ഞം ചെയ്യുന്ന ആചാര്യന്മാർക്ക് വരുമാനമില്ലാണ്ടായി. ഇങ്ങനെ ലോകത്തില് പലതരത്തിലുള്ള വിഷമങ്ങൾ വന്നപ്പോ കുറച്ച് സന്യാസിമാര് ഈ വേനൻ എന്ന ഭരണാധികാരിയെ ഉപദേശിക്കാൻ പുറപ്പെട്ടു അല്ലേ? പണ്ടേ നമ്മൾ കേട്ട ഒരു വാക്കാണ്, വെട്ടാൻ വരുന്ന പോത്തിന്റെ മുൻപില് വേദം ഓതരുത്. ഇവിടെ വേദം ഓതി നോക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഈ സന്യാസിമാര് പുറപ്പെട്ടത്. സിംഹാസനത്തിലിരിക്കുന്നതായ വേനൻ സന്യാസിമാര് കയറി വന്നതും വേഗം കാലിന്റെ മുകളിൽ കാല് കയറ്റി വെച്ചിരുന്നു. അതാണ് ബഹുമാനം.
എന്നിട്ട് സന്യാസിമാരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ വന്നത്? അപ്പൊ സന്യാസിമാര് പറഞ്ഞു, ഒരു രാജാവ് പ്രജകളെ മക്കളെ പോലെ സ്നേഹിക്കണം എന്നാണ്. രഞ്ജയിഷ്യതി യം രാജ. രാജാവ് എന്ന പദത്തിന്റെ അർത്ഥം തന്നെ രഞ്ജിപ്പിക്കുന്നവൻ, സന്തോഷിപ്പിക്കുന്നവൻ എന്നാണ്. അതുകൊണ്ട് ഇങ്ങനെയൊന്നും ഭരിക്കരുത്. ദാനധർമാദികൾ ലോകത്തിൽ നടക്കണം, യജ്ഞങ്ങൾ ലോകത്തിൽ നടക്കണം, ഹോമങ്ങളും പൂജകളും ഒക്കെ ലോകത്തിൽ നടക്കണം എന്നൊക്കെ ഉപദേശിച്ചു. എന്നു മാത്രമല്ല, പ്രജകളെ വേണ്ടതുപോലെ ഒരു രാജാവ് സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ, പ്രജകളെ വേണ്ട വിധത്തിൽ ഒരു ഭരണാധികാരി സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ, ഈ പ്രജകളെ സംബന്ധിച്ച് ആ ഭരണാധികാരി ഈശ്വരനാണ്. സർവദേവമയോ നൃപഃ. എല്ലാ ഗുണങ്ങളും തികഞ്ഞ ഒരു ഭരണാധികാരി പ്രജകളെ സംബന്ധിച്ച് ഈശ്വരൻ തന്നെയാണ് എന്ന് ഈ സന്യാസിമാര് വേനനോട് പറഞ്ഞപ്പോ വേനൻ പറഞ്ഞു, നിങ്ങൾ അവസാനം പറഞ്ഞ ആ വാക്ക് എനിക്ക് വലിയ ഇഷ്ടായി. ഏത്? ഭരണാധികാരി ഈശ്വരനാണ് എന്ന് പറഞ്ഞില്ലേ? അതിന് മുമ്പേ കുറെ കാര്യം പറഞ്ഞിരുന്നു, സർവ്വഗുണങ്ങളും തികഞ്ഞ. അതൊന്നും നോക്കണ്ട, ഭരണാധികാരി ഈശ്വരനാണ്, അത് ഞാനാണ്. എങ്കിൽ നാളെ മുതൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ ഈ ഹോമകുണ്ടത്തിലേക്ക് വെറുതെ ഇട്ട് നശിപ്പിക്കുന്ന സാധനങ്ങളൊക്കെ ഈശ്വരനായ എനിക്ക് കൊണ്ടുതരൂ എന്ന് വേനൻ പരിഹസിച്ചു. ഇവിടെ അച്യുത നിന്ദയാ, ഭഗവാനെ പരിഹസിക്കുന്നതായ വേനന്റെ ഈ ഒരു സ്വഭാവം കണ്ടപ്പോ ആ സന്യാസിമാർക്ക് സഹിച്ചില്ല. അതിലൊരു സന്യാസി ഒരു ഹുംകാരം മുഴക്കി വേനനെ വധിച്ചു. അതോടെ രാജ്യത്തിൽ അരാജകത്വം, ഭരണാധികാരി ഇല്ലാത്ത അവസ്ഥയുണ്ടായി. അവിടെ സന്യാസിമാര് വന്ന് ഈ വേനന്റെ ശരീരത്തെ മഥനം ചെയ്തു. അതിലുള്ള ചൈതന്യത്തെ അവര് വേർപെടുത്തി എന്നാണ്. പാപഭാഗം മുഴുവൻ കാട്ടാള രൂപത്തിൽ പോയപ്പോ ശേഷിച്ച പുണ്യഭാഗത്തിൽ നിന്ന് ഭഗവാൻ പൃഥു എന്ന പേരിലും ഭഗവതി മഹാലക്ഷ്മി അർച്ചിസ് എന്ന പേരിലും അവതരിച്ചു. ഭഗവാന്റെ പൃഥു അവതാരം. അപ്പൊ ഒരു രാജാവായി കഴിഞ്ഞാൽ ആ രാജാവിന് വേണ്ട പല രാജകീയമായ ചിഹ്നങ്ങളും ഉണ്ട്. സിംഹാസനം വേണം, കിരീടം വേണം, വെൺകൊറ്റക്കൊടകള്, ചാമരങ്ങള്, പാദുകങ്ങള്. ഇതൊക്കെ പൃഥുമഹാരാജാവിന് പ്രസിദ്ധന്മാരായിട്ടുള്ള ദേവീദേവന്മാര് സമ്മാനമായിട്ട് കൊടുത്തു. അങ്ങനെ പൃഥുമഹാരാജാവ് സിംഹാസനത്തിൽ ഇരുന്നപ്പോഴാണ് കുറെ ആൾക്കാര് പൃഥുവിന്റെ മുൻപിൽ വന്ന് പൃഥുവിനെ സ്തുതിക്കാൻ തുടങ്ങി. അങ്ങയെപ്പോലെ ഒരു ഭരണാധികാരി വേറെ ഇല്ല, അങ്ങയെപ്പോലെ നല്ല ഭരണം ചെയ്യുന്ന ഒരാളെ ഞങ്ങൾ കണ്ടിട്ടില്ല എന്നൊക്കെ സ്തുതിക്കാൻ തുടങ്ങിയപ്പോ ഈ പൃഥുമഹാരാജാവ് അവരോട് ചോദിച്ചു, ഞാനിവിടെ അധികാരത്തിൽ കയറിയിട്ടേ ഉള്ളൂ അല്ലേ, ഞാൻ ശരിക്കും ഭരണം തുടങ്ങിയിട്ടില്ല. അതിനു മുമ്പ് തന്നെ, ഭരണം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ എന്തിനാ എന്നെ സ്തുതിക്കണത് എന്ന് ചോദിച്ചപ്പോഴാണ് ആ സ്തുതിപാഠകന്മാര് പറഞ്ഞു, ഞങ്ങളുടെ ജോലി ഇതാണ്. എന്ത്? സ്തുതിക്കുക. രാജാവ് എന്ത് ചെയ്താലും സ്തുതിക്കുക, ഇതാണ് ഞങ്ങളുടെ ജോലി. ഇപ്പൊ പണ്ടുള്ള കൊട്ടാരത്തിലൊക്കെ രാജാക്കന്മാർക്ക്, ഭരണാധികാരികൾക്ക് കൊട്ടാരത്തില് കുറച്ച് ജോലിക്കാരുണ്ടാവും. അവരുടെ ജോലിയാണ് എന്ത്? രാജാവിനെ സ്തുതിക്കല്. അത് ഉള്ളതും പറയാം, ഇല്ലാത്തതും പറയാം. രാജാവിന് സന്തോഷാവണം. അങ്ങനെ രാജാവിന് സ്തുതിച്ച് സ്തുതി പാടിയ സ്തുതിപാഠകന്മാരോട് പൃഥുമഹാരാജാവ് പറഞ്ഞു, നിങ്ങൾ സ്തുതിക്കുന്നുണ്ടെങ്കിൽ ഭഗവാനെ സ്തുതിക്കൂ. കാരണം സ്തവപ്രിയ സ്തോത്രം സ്തുതി സ്തോതാരണപ്രിയ. ഈ പ്രപഞ്ചത്തില് സ്തുതിക്ക് എന്നും അർഹതയുള്ള ഒരേ ഒരാള് മഹാപ്രഭുവായ ഭഗവാൻ മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾ ഭഗവാനെ സ്തുതിക്കൂ, ഞാൻ കേൾക്കാം, ഞാൻ സന്തോഷിക്കാം എന്നറിയിച്ചവരെ അനുഗ്രഹിച്ചു. ഭൂമിയെ സ്വന്തം മകളായി കണ്ടുകൊണ്ട് ഭൂമിയെ സ്നേഹിച്ചു. സർവവിധത്തിലും വേനന്റെ ദുർഭരണം കൊണ്ട് മരുഭൂമിക്ക് തുല്യമായി തീർന്ന ഭൂമിയുടെ അവസ്ഥയിൽ നിന്ന് സകലവിധത്തിലുള്ളതായ ഓഷധി ബീജങ്ങളെയും കറന്നെടുത്ത് ഭൂമിയെ ഫലഭൂവിഷ്ടമാക്കി പൃഥുമഹാരാജാവ്. അങ്ങനെ പൃഥുവിന്റെ കഴിവ് കൊണ്ടാണ് ഈ ഭൂമിയില് പിന്നീട് സർവതരത്തിലുള്ളതായ
ധനധാന്യ സമൃദ്ധിയും വന്നത്. അതുകൊണ്ടാണ് ഭൂമിക്ക് പിന്നീട് പൃഥ്വി എന്നുള്ളതായ പേരുണ്ടായത് എന്ന് സൂചിപ്പിച്ചു. സർവവിധത്തിലും യാഗങ്ങളും ഹോമങ്ങളും അനേകം നടത്തി പൃഥു മഹാരാജാവ്. ആ പൃഥുവിന്റെ യാഗശാലയിലേക്ക് സദാസമയവും 33 കോടി ദേവന്മാരും സാന്നിധ്യം ചെയ്തു എന്നാണ് അല്ലേ. ഇന്ദ്രാദി ദേവന്മാര് പൃഥുവിന്റെ യാഗശാലയിൽ എപ്പോഴും വന്നിരിക്കാൻ തുടങ്ങി. കാരണം ഒരു യാഗം കഴിയുമ്പോഴേക്കും അടുത്ത യാഗം തുടങ്ങും പൃഥു മഹാരാജാവ്. അത് കഴിയുമ്പോഴേക്കും അടുത്ത യാഗം തുടങ്ങും. അപ്പോ ദേവന്മാരാലോചിച്ചു, ഇപ്പൊ പോയാൽ ആദ്യം ഇങ്ങോട്ട് തന്നെ വരണ്ടേ, അപ്പൊ പിന്നെ ഇവിടെ തന്നെ ഇരിക്കാം എന്ന ഭാവത്തില് ഈ ദേവന്മാരൊക്കെ പൃഥുവിന്റെ യാഗശാലയില് സ്ഥാനം പിടിച്ചു എന്നാണ്. അങ്ങനെ 10 യാഗങ്ങള്, 30 യാഗങ്ങള്, 50 യാഗങ്ങള്, 60, 70 യാഗമൊക്കെ കഴിഞ്ഞപ്പോഴാണ് മുൻപിലുണ്ടായിരുന്ന ഒരാളെ കാണാനില്ല. ആര്? ദേവേന്ദ്രനെ കാണാനില്ല. അപ്പൊ ദേവേന്ദ്രൻ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഭൂമിയിൽ ആരെങ്കിലും 100 യാഗം ചെയ്താൽ ദേവേന്ദ്രന്റെ കസേരയുടെ പകുതി അവകാശം അയാൾക്ക് കൊടുക്കണം എന്ന്, അല്ലെങ്കിൽ ദേവേന്ദ്രന് തുല്യനായി തീരുന്ന. ഇത് ദേവേന്ദ്രന് പേടിയാണ്. അതുകൊണ്ട് പൃഥുവിന്റെ യാഗം മുടക്കാൻ വേണ്ടിയിട്ട് ദേവേന്ദ്രൻ എന്ത് ചെയ്തു? ഈ യാഗശാലയിൽ ബന്ധിച്ചിരുന്നത് യാഗാശ്വത്തെ കട്ടുകൊണ്ടുപോയി. യാഗാശ്വത്തെ ദേവേന്ദ്രൻ കട്ടുകൊണ്ടുപോയി. പൃഥുവിന്റെ മകൻ പോയി ആകാശത്തെ തിരിച്ചു കൊണ്ടുവന്നു. വീണ്ടും ദേവേന്ദ്രൻ കട്ടുകൊണ്ടുപോവും, മകൻ പോയി തിരിച്ചു കൊണ്ടുവരും. ഇത് പലതവണ ആവർത്തിച്ചപ്പോ പൃഥുവിന് സഹിച്ചില്ല. തന്റെ യാഗം മുടക്കാൻ വരുന്ന ദേവേന്ദ്രനെ വെട്ടിക്കൊല്ലാനായിട്ട് പുറപ്പെട്ടു പൃഥു മഹാരാജാവ്. യാഗശാലയിൽ നിന്ന് വാളുമായിട്ട് പൃഥു മഹാരാജാവ് ചാടി പുറപ്പെട്ടപ്പോ യാഗം ചെയ്യുന്ന ആചാര്യന്മാര് പറഞ്ഞു, അങ്ങ് യാഗത്തിന്റെ യജമാനനാണ്, യജ്ഞശാല വിട്ട് പുറത്തേക്ക് പോകുന്നത് ഔചിത്യമല്ല. അതുകൊണ്ട് അങ്ങക്ക് ഇപ്പൊ എന്താ വേണ്ടത്? ഇന്ദ്രനെ കൊല്ലണം, അത്രല്ലേ ഉള്ളൂ. ഞങ്ങളിപ്പോ ദേവേന്ദ്രനെ ആവാഹിച്ച് ഈ ഹോമകുണ്ടത്തിലേക്ക് ഇട്ട് കൊല്ലാം എന്ന് പറഞ്ഞ് ആ ഋഷീശ്വരന്മാര് ഇന്ദ്രനെ ആവാഹനാ മന്ത്രം ചൊല്ലി യാഗശാലയിലെ ഹോമകുണ്ടത്തിലേക്ക് ഹോമിക്കാൻ പുറപ്പെട്ടതും ദേവേന്ദ്രൻ ഭഗവാനെ വിളിച്ചു പ്രാർത്ഥിച്ചു. ഭഗവാൻ സാക്ഷാൽ യജ്ഞസ്വരൂപനായിട്ട് പൃഥുവിന്റെ യാഗശാലയിൽ അവതരിച്ചു. ഭഗവാനെ കണ്ടതും പൃഥു മഹാരാജാവ് അതിയായ ഭക്തിയോടെ ചെന്ന് ഭഗവാന്റെ പാദത്തില് നമസ്കരിച്ചു. ഭഗവാനെ ഭംഗിയായിട്ട് സ്തുതിച്ചു. ഭഗവാൻ പൃഥുവിനോട് ചോദിച്ചു, അങ്ങയ്ക്ക് എന്താഗ്രഹം ഉണ്ടെങ്കിലും പറഞ്ഞോളൂ. സ്വർഗലോകം അത് ആഗ്രഹിച്ചിട്ടാണ് അങ്ങ് യാഗം ചെയ്യണത് എന്നുണ്ടെങ്കിൽ അങ്ങയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ വേറൊരു സ്വർഗം തയ്യാറാക്കി തരാം എന്ന് ഭഗവാൻ പറഞ്ഞപ്പോ പൃഥു പറഞ്ഞു, എനിക്ക് സ്വർഗമൊന്നും ആവശ്യമില്ല, സ്വർഗലോകം എനിക്ക് ആഗ്രഹമേ ഇല്ല. ഇത് കേട്ടപ്പോ ദേവേന്ദ്രന് സമാധാനായി. എന്നാ ഇത് ആദ്യം ഇയാള് പറഞ്ഞാ മതിയായിരുന്നു. ഇവിടെ എന്താ പിന്നെ അങ്ങക്ക് വേണ്ടത് എന്ന് ഭഗവാൻ ചോദിച്ചപ്പോ പൃഥു പറയുന്ന ഒരു വാക്കുണ്ട്, മഹത്തമന്തർഹൃദയൻ മുഖച്യുതോ വിഥൽ സ്വാ കർണായുതമേഷമേവര. മഹാത്മാക്കളായ ഭാഗവതന്മാരായ ഗുരുനാഥന്മാരുടെ കണ്ഠത്തിൽ നിന്ന് ഒഴുകി വരുന്ന ഭഗവാന്റെ അതിമധുരമായ കഥകളെ കേൾക്കാൻ ഒരു 10,000 കാതുകളുടെ ശക്തി എന്റെ ചെവിക്കുണ്ടാവണേ. എവിടെ ഇരുന്നാലും ഭഗവാന്റെ അതിസുന്ദരമായ കഥകളെ എനിക്ക് കേൾക്കാനായിട്ട് സാധിക്കണേ എന്ന് പൃഥു മഹാരാജാവ് ഭഗവാനോട് വരം വാങ്ങി. സർവവിധത്തിലും ഭഗവാൻ പൃഥുവിനെ ഒരു രക്ഷിതാവിനെ പോലെ വേണ്ടത് വേണ്ട സമയത്ത് വേണ്ട വിധത്തിൽ നൽകി അനുഗ്രഹിച്ചു കൊള്ളാം എന്ന് സമ്മതിച്ചു. പിന്നീട് പൃഥുവിന്റെ കൊട്ടാരത്തിലേക്ക് സനകാദികള് എന്നു പേരായ യോഗീശ്വരന്മാരെ കയറി വരുന്നതും ആ സനകാദി യോഗീശ്വരന്മാരിൽ നിന്നും ഭാഗവത ധർമ്മത്തെ പൃഥു മഹാരാജാവ് വേണ്ടതുപോലെ സ്വീകരിക്കുന്നു. ഭഗവാന്റെ കഥകളെ കേൾക്കുക, ഭഗവാന്റെ നാമം ജപിക്കുക, പുരാണ ഗ്രന്ഥങ്ങളെ പൂജിക്കുക, ശ്രാദ്ധാദി കർമ്മങ്ങളെ ചെയ്യുക, അതിഥികളെ വേണ്ടതുപോലെ സൽക്കരിക്കുക, അച്ഛനമ്മമാരെ വേണ്ടതുപോലെ നമസ്കരിക്കുക. ഇത്തരത്തിലുള്ളതായ സത്കർമ്മങ്ങളുടെ മഹാത്മ്യത്തെ അനുസ്മരിച്ചതായ സനകാദികള് പൃഥുവിന്റെ മുൻപില് ഉപദേശം സമർപ്പിച്ചപ്പോ ഭൂമിയെ മുഴുവൻ ഭരിക്കുന്ന രാജാവായിരുന്ന ആ പൃഥു മഹാരാജാവ്
സനകാദികളുടെ മുൻപില് കണ്ണുനീരോട് കൂടിയിട്ടൊരു നമസ്കാരം ചെയ്തു എന്നാണ്. ആ യോഗീശ്വരന്മാരോട് പൃഥു പറയുന്ന ഒരു വാക്കുണ്ട്, ഹേ ഗുരുനാഥന്മാരെ, നിങ്ങൾ ഇത്രയും ഭംഗിയായിട്ട് എനിക്ക് ധർമ്മത്തെ ഉപദേശിച്ചു തന്നു, പകരം നിങ്ങൾക്ക് ദക്ഷിണ തരണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എന്റെ കയ്യിൽ നിങ്ങൾക്ക് തരാൻ യാതൊന്നുമില്ല. അപ്പൊ ഈ രാജ്യമോ ഈ അധികാരമോ ഈ സമ്പത്തോ സർവം നിവേദിതം, ഇതെല്ലാം ഞാൻ എന്നോ ഭഗവാനായിട്ട് സമർപ്പിച്ചതാണ്. എന്റെ വക, എന്റേത് എന്ന് പറഞ്ഞു തരാൻ എന്റെ കയ്യിൽ യാതൊന്നുമില്ലാതെ കൊണ്ട് ഈ ഒഴിഞ്ഞ കൈകളെ കൊണ്ട് ഞാൻ തരുന്ന ഈ ഒരു നമസ്കാരം ഗുരുദക്ഷിണയായി സ്വീകരിക്കണേ എന്ന് പ്രാർത്ഥിച്ച പൃഥുവിന്റെ പരമഭക്തി കണ്ട് സനകാദികൾ പോലും അത്ഭുതപ്പെട്ടു. യഥാകാലം അർച്ചിസ് എന്ന തന്റെ ധർമ്മപത്നിയെ ഒപ്പം കൂട്ടി പൃഥുമഹാരാജാവ് വനത്തിലേക്ക് ചെല്ലുന്നതും കഠിനമായിട്ടുള്ളതായ തപസ്സിനെ അനുഷ്ഠിച്ചുകൊണ്ട് പൃഥുമഹാരാജാവ് ഒടുവിൽ ശരീരത്തെ ത്യജിക്കുന്നു. ചൈതന്യം ഭഗവാനിലേക്ക് വിലയിക്കുന്നു. ആ പൃഥുവിന്റെ ശരീരത്തെ ഒപ്പം പിടിച്ചുകൊണ്ട് അഗ്നിപ്രവേശനം ചെയ്ത് അർച്ചിസ് എന്ന ധർമ്മപത്നിയും പാതിവ്രത്യ ധർമ്മത്തെ അനുഷ്ഠിച്ചപ്പോ ദേവനാരിമാര് പോലും അർച്ചിസിന്റെ ആ പതിവ്രതാധർമ്മത്തെ പാടിപ്പുകത്തുന്ന രംഗത്തെ വർണ്ണിച്ചുകൊണ്ടാണ് അനേകം ഫലശ്രുതികളോടുകൂടിയ പൃഥുചരിതം എന്ന പ്രകരണം ഭാഗവതത്തില് സമർപ്പിക്കുന്നത്. അനുദിനമിതമാതരേണ ശൃണ്വൻ പൃഥുചരിതം പ്രഥയൻ വിമുക്ത സംഗ ഭഗവതി ഭവ സിന്ധുപോതപാതേ സച നിപുണാം ലഭത്തെ രതിം മനുഷ്യ. ആരാണോ ഈ പൃഥുവിന്റെ പരമഭക്തിയെ കേൾക്കുന്നത്, ആരാണോ ഈ പൃഥുവിനെ പോലെ ഭഗവത് കഥകൾ കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നത്, അവർക്ക് ഗുരുവായൂരപ്പന്റെ തൃപ്പാദം ഈ പ്രാരബ്ധ സമുദ്രത്തെ മുറിച്ചു കടക്കാൻ ഒരു തോണിയായിട്ട് സഹായം ചെയ്യും എന്ന് ഫലശ്രുതി പറഞ്ഞുകൊണ്ടാണ് ആ പ്രകരണം ഭാഗവതത്തിൽ സമർപ്പിച്ചത്.